ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ കപ്സ് ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുനാഫ ഡോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കത്താഫി ഡോ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ 200 grams ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 2 മണിക്കൂർ മുന്നേ ഇതെടുത്ത് പുറത്ത് വെക്കുക. നമ്മൾ മീനൊക്കെ പുറത്ത് വെക്കണ പോലെ, എങ്കിലും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 200 gram ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു 100 grams മതി. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് മതി കേട്ടോ. ബാക്കി നമുക്ക് തിരിച്ച് അതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഈ ഒരു ഡോ എടുക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അത് കൈ വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീട്ടിൽ എങ്ങനെ കുനാഫ ഡോ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ആ ഒരു റെസിപ്പി നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അതൊന്ന് ഫ്രോസൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുനാഫ ഡോ എല്ലാ കടകളിലും ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ചില കടകളിൽ മാത്രമേ ഈ ഒരു കുനാഫ ഡോ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ കുനാഫ ഡോ എല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി ഇത് ബട്ടർ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ അതൊരു എത്രയാണ്, ഒരു 25 gram മതിയാവും കേട്ടോ. ഓവറായിട്ട് വേണ്ട. അപ്പോൾ ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് പറയുമ്പോൾ ഈ ഒരു കുനാഫ ഡോ മൊത്തം ഒന്ന് നമുക്ക് മിക്സ് ആക്കി കിട്ടണം. ഒരു ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരുവം വരെ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം കൂടെ എനിക്കൊരു 25 gram ബട്ടർ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ബട്ടർ ഒഴിക്കുമ്പോഴത്തേക്കും എന്തായാലും അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊരു ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോൾഡ് എടുക്കുക. അതിനകത്തോട്ട് എല്ലായിടത്തോട്ടും ഇങ്ങനെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയൊരു മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ മോൾഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ കപ്സ് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ കറി എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിനകത്ത് വെച്ച് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കപ്പ് ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു മോൾഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബട്ടറെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുനാഫ ഡോ ഉണ്ടല്ലോ, ആ മിക്സ്, അപ്പോൾ അതിനകത്തോട്ട് കുറേ വെക്കേണ്ട, കുറച്ച് അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. മൊത്തം തിക്കി നിറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് അതിനകത്തോട്ട് വെച്ചിട്ട് അവസാനം നമ്മളിത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വരാം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലെയറാണ് കേട്ടോ നമ്മളിപ്പം ഫില്ല് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക. അതിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫേമായിട്ട് അവിടെ ഇരുന്നോളും. ഇതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിൽ നമുക്ക് കുനാഫ കപ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. 170 celsius ഒരു 10 മിനിറ്റ് മതിയാകും. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഓവനിൽ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ഇത് ബേക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് മോസറല്ല ചീസാണ്. മോസറല്ല ചീസ് അതുപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് മോസറല്ല ചീസ് അറ്റത്തോട്ടൊന്നും പോകാണ്ട് നടുക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മോസറല്ല ചീസ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഒരു ചീസി ടേസ്റ്റും ടെക്സ്ചറുമാണ് കേട്ടോ വരുന്നത്. ആ ഒരു ഒഴുകി വരുന്ന ഒരു ക്രീമി ടെക്സ്ചർ വരില്ല. കാരണം നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ വരുന്നെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാലും കോൺഫ്ലവറും ഒക്കെ ഇട്ടിട്ട് ഒരു മിക്സർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു മിക്സർ ഉണ്ടാക്കി ഇതിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഒഴുകി വരുന്ന ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഒരു ചീസി ഫ്ലേവറാണ് കേട്ടോ ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ചീസ് വെച്ചതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ലെയർ കുനാഫ മിക്സ്ചർ ഇതിനകത്തോട്ട് വെക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും, ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട, ജെൻ്റ്ലി ആയിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ബേക്ക് ചെയ്യേണ്ട ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി താഴ്ഭാഗത്തെ ഡോ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 14 മിനിറ്റ് മതിയാവും കേട്ടോ. 170 celsius ഒരു 14 മാക്സിമം. അപ്പോൾ 14 ഒരു 12 ആകുമ്പോൾ തന്നെ ഇത് ഓക്കെ ആയിട്ട് വരും. അപ്പോൾ ആ സമയം കൂടി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളവും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് റോസ് വാട്ടർ വേണം ഒഴിക്കാം. പക്ഷേ എൻ്റെ റോസ് വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റോസ് എസെൻസ് ആണ് ഇട്ടേക്കുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ റോസ് എസെൻസിന്. അപ്പോൾ അധിക നേരം ഒന്നും തിളപ്പിക്കേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആകും. അപ്പം ഞാൻ എന്തായാലും ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു കുനാഫ കപ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു മോൾഡ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ ഒഴിക്കാം.
നമ്മുടെ കുനാഫ ഇപ്പം ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കപ്സ് നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ഒരു കുനാഫ കപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടിച്ച പിസ്ത ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്രഷ്ഡ് പിസ്തയാണിത്. ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ ആൽമണ്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. പക്ഷേ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ റോസ് എസൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഒറിജിനൽ കുനാഫയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ മധുരം ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഷുഗർ സിറപ്പ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ കുനാഫ കപ്സ് ചൂടോടുകൂടി തന്നെ കഴിക്കുകയെങ്കിൽ നമുക്ക് ആ ഒരു കുനാഫയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ആ ഒരു എന്താണ് ക്രീമി ടെക്സ്ചർ കിട്ടില്ല. കാരണം ക്രീമി ടെക്സ്ചറിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ക്രീമി മിക്സ്ചർ അല്ല ഇട്ടേക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ചീസിൻ്റെ നല്ല ടേസ്റ്റിനകത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.